ഹായ് ഹലോ. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയുമാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറൽ ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ആദ്യം നമുക്കൊരു ബൺ മസ്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ എടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഹോം മെയ്ഡ് ബട്ടറാണ്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് എടുക്കേണ്ട ക്വാണ്ടിറ്റി അതനുസരിച്ച് എടുക്കാം. അതിലേക്ക് ഒരു നുള്ള് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബൺ മസ്കയ്ക്കുള്ള കൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണെടുത്ത് രണ്ടായിട്ട് മുറിച്ച് എടുക്കാം. ബണ്ണ് വേണമെങ്കിൽ നെയ്യിൽ അല്ലെങ്കിൽ ബട്ടറിൽ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ മിശ്രിതം നമുക്ക് ബണ്ണിലേക്ക് തേച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു മിശ്രിതം ചെയ്യാനായിട്ട്. ഞാൻ ചെയ്തപ്പോൾ ഒരല്പം ലൂസായി പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു കട്ടിയോടുകൂടി തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ബൺ മസ്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയില്ലേ. ഇനി നമുക്ക് ഇറാനി ചായ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളം നല്ലതുപോലെ തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. ചിലയിടത്ത് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് തേയില ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ കടുപ്പ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏലക്കയും ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. തേയില ഒന്ന് ഊറ്റിയെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കട്ടൻ ചായ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. 2 ഗ്ലാസ് പാലാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ തിളപ്പിച്ച് 1 ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇറാനി ചായയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വൈറലായിട്ടുള്ള ഒരു ബൺ മസ്കയും ഇറാനി ചായയുമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി നോക്കുക.